ഉഷ്ണതരംഗത്തിൽ ഉരുകുന്ന കേരളക്കരയിൽ മിണ്ടാപ്രാണികളും അക്രമം അഴിച്ചുവിടുന്നു. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന നല്ല വാർത്തകൾ കയ്യടി നേടുമ്പോൾ അധികൃതരുടെ കണ്ണടയ്ക്കലിൽ ദുരിതം പേറുന്ന ജീവിതങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ഉഷ്ണം ഉഷ്ണേന ശാന്തി. ചൂടുകൊണ്ട് ഉരുകിത്തിരുന്ന അവസ്ഥയാണ്. മുമ്പെങ്ങുമില്ലാത്ത ഉഷ്ണതരംഗമാണ് ഇപ്പോൾ കേരളത്തിൽ. ചുട്ടുപൊള്ളുന്ന വെയിലിന്റെ കാഠിന്യം കൊണ്ട് അകത്തിരിക്കാനും പുറത്തിറങ്ങാനും കഴിയാത്ത അവസ്ഥ. സൂര്യാഘാതമേൽക്കുന്നവരുടെയും കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെയും എണ്ണവും വർദ്ധിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളും കുറവല്ല. ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് അല്പം ആശ്വാസമേകുന്ന തീരുമാനങ്ങൾ സർക്കാർ തലത്തിൽ പ്രാബല്യത്തിലാക്കി. സംസ്ഥാനത്ത് മെയ് 6 വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം. പകൽ 11 മുതൽ വൈകുന്നേരം 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികൾ, മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ ഇതനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം മെയ് 15 വരെയാണ് നീട്ടിയത്. പകൽ സമയം സൂര്യാതപം നേരിട്ട് ഏൽക്കുന്നതിനാൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 3 മണി മുതൽ 7 വരെയും 8 മണിക്കൂറായി ജോലി സമയം ക്രമീകരിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യാൻ സാധ്യതയുള്ള നിർമ്മാണ മേഖല, റോഡ് പണി തുടങ്ങിയുള്ള തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾ 12 മുതൽ 3 വരെയുള്ള സമയത്ത് നിർബന്ധമായും ജോലി ചെയ്യാൻ പാടുള്ളതല്ല. തൊഴിലുടമകളും കരാറുകാരും തൊഴിലാളികളും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. എവിടെയെങ്കിലും നിയമവിരുദ്ധമായി ഉച്ചസമയത്ത് ജോലി ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അസിസ്റ്റന്റ് ലേബർ ഓഫീസിലോ 98 95 77 27 67 എന്ന ജില്ലാ ലേബർ ഓഫീസറുടെ വാട്സ്ആപ്പ് നമ്പറിലോ ഫോട്ടോ സഹിതം അറിയിക്കാവുന്നതാണ്. ഒരു മഴ എത്തിയെങ്കിലെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഓരോരുത്തരും. പ്രത്യേകിച്ച് പുറത്ത് ജോലി ചെയ്യുന്നവരുടെ നിസ്സഹായ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാനും പറ്റില്ല. നിയമങ്ങളെല്ലാം കർശനമാണെങ്കിലും അതെല്ലാം എത്രത്തോളം നടപ്പാക്കും എന്നത് കണ്ടറിയേണ്ടി വരും. കാരണം മുതലാളിമാർക്ക് ലാഭമാണല്ലോ പ്രധാനം. അതിനിടയിൽ തൊഴിലാളികളുടെ ആരോഗ്യ കാര്യത്തിൽ ജാഗ്രത കാണിക്കുമോ എന്നതാണ് ചോദ്യം. എന്തായാലും ഭൂമിയെ തണുപ്പിക്കാൻ എത്രയും പെട്ടെന്ന് മഴ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പോക്കറ്റിൽ പണമുണ്ടെങ്കിൽ ഏത് നിയമവും കാറ്റിൽ പാറും. പരാതി പറയുന്ന പൊതുജനം നോക്കുകുത്തിയാകും എന്നല്ലാതെ മറിച്ച് ഒരു നടപടിയും ഉണ്ടാവില്ല. പിന്നെ പെട്ടെന്നുള്ള നടപടി വേണമെങ്കിലോ കാര്യമായ അപകടങ്ങൾ ഉണ്ടാകണം. അപ്പൊ പിന്നെ കണ്ണിൽ പൊടിയിടാനായെങ്കിലും കുറച്ചുനാൾ പരിശോധനയും കർശനവുമായി അധികൃതർ പണി തുടങ്ങുമെങ്കിലും ഒടുവിൽ നിയമലംഘനങ്ങൾ നിർബാധം തുടരും. നിയമലംഘനം മൂലം വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പൂവാറ്റിക്കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്നാണ് കൂറ്റൻ പാറകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് ഉരുണ്ടു വീണത്. തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തം ഒഴിവായത്. വാർഡ് മെമ്പർ MK റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ മണ്ണെടുപ്പ് നിർത്തിവെപ്പിച്ചു. മണ്ണെടുപ്പ് നടക്കുന്ന പള്ളിപ്പാടം കുന്നിൽ നിന്നും ആളുയരത്തിലുള്ള 2 പാറകളാണ് ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടു വീണത്. കുത്തനെയുള്ള കുന്നിൻ ചെരുവിലൂടെ ഉരുണ്ടുവന്ന പാറകൾ വീടുകൾക്ക് സമീപമുള്ള പറമ്പിലെ റബ്ബർ മരങ്ങളിൽ തട്ടിത്തടഞ്ഞു നിൽക്കുകയായിരുന്നു. തോട്ടത്തിൽ ആടിനെ നോക്കിയിരുന്ന പ്രദേശവാസിയായ മുഹമ്മദ് ഞൊടിയിടയിൽ ഓടിമാറിയതിനാൽ ആളപായമുണ്ടായില്ല. പാറകൾ സമീപത്തുള്ള വീടുകൾക്ക് മുകളിലേക്ക് പതിക്കാതിരുന്നതും വലിയ ദുരന്തം ഒഴിവാക്കി. കുന്നിൻ താഴ്വരയിൽ 200ഓളം വീടുകളും 300ഓളം കുട്ടികൾ പഠിക്കുന്ന മദ്രസയുമുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന മണ്ണെടുപ്പിനെതിരെ വാർഡ് മെമ്പർ റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ മുൻപും പലതവണ പരാതി നൽകിയെങ്കിലും മണ്ണെടുപ്പ് തടയാൻ നടപടിയുണ്ടാകുന്നില്ല എന്നും ആരോപണമുണ്ട്. രാപ്പകൽ വ്യത്യാസമില്ലാതെ നടക്കുന്ന മണ്ണെടുപ്പ് കാരണം കുട്ടികളുമായി ഭയന്നാണ് വീടുകളിൽ കഴിയുന്നതെന്ന് പ്രദേശവാസികളായ വീട്ടമ്മമാർ പറയുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ, വാർഡ് മെമ്പർമാരായ PM മുസ്തഫ, PM വാഹിദ് എന്നിവർ സ്ഥലത്തെത്തി മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയാണ് മണ്ണെടുക്കുന്നതെന്ന് ഖനനം നടത്തുന്ന കമ്പനി അധികൃതർ പറയുന്നു. എന്നാൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് മണ്ണെടുക്കുന്നതെന്നും മണ്ണ് കൊണ്ടുപോകുന്നത് എന്നുമാണ് ജനപ്രതിനിധികളും നാട്ടുകാരും പറയുന്നത്. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ 100 കണക്കിന് ടോറസ് ടിപ്പറുകൾ ഉപയോഗിച്ചാണ് മണ്ണെടുത്ത് കൊണ്ടുപോകുന്നത്. തട്ടുതട്ടായി മാത്രമേ മണ്ണെടുക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടം. എന്നാൽ കുന്ന് തുറന്നാണ് മണ്ണെടുക്കുന്നത്. വലിയ ഉരുളൻ പാറകൾ ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയാണുള്ളത്. പാറയിടുക്കുകളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ടെന്നും മഴക്കാലമായാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു.
10 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങൾ പഞ്ചായത്ത് റോഡിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്നാണ് നിയമം. എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ് ലംഘിച്ച് അമിത ഭാരം കയറ്റിയുള്ള ടോറസ് ലോറികളുടെ ഇടതടവില്ലാത്ത സഞ്ചാരം കൊണ്ട് റോഡും കലുങ്ക് പാലങ്ങളും തകരുകയും കുടിവെള്ള പൈപ്പുകൾ പൊട്ടുകയും ചെയ്യുന്നുണ്ട്. റോഡിൽ കെട്ടിക്കിടക്കുന്ന പൊടിയിൽ തെന്നി ബൈക്കുകൾ മറിഞ്ഞ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും നിത്യസംഭവമാണ്. എന്തായാലും വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജിയോളജി വകുപ്പ് പരിശോധനയ്ക്കെത്തി. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമാണ് ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നത്. മണ്ണെടുക്കുന്ന കുന്നിൽ നിന്ന് ശക്തമായ വേനലിലും വെള്ളം പുറത്തേക്കൊഴുകുന്നത് നാട്ടുകാർ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് മഴക്കാലത്ത് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സൂചനയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് ഇവിടെ 7 മാസത്തിൽ കൂടുതലായി മണ്ണെടുക്കണ മാഫിയായിട്ട്, അതിന്റെ അപ്പുറത്ത് വലിയൊരു കോറിയും ട്രഷറി ആയിട്ട് നടക്കുന്നുണ്ട്. രാവും പകലും പണി കാരണം കൊണ്ട് വീട്ടിൽ സമാധാനത്തോടു കൂടെ ഉറങ്ങാനും കൂടി പറ്റുന്നില്ല. ഇതിനായിട്ട് ആരെങ്കിലും മുൻഗണന എടുത്തിറങ്ങിയാൽ അവരെ പേരിൽ കേസ് നടപടി എടുക്കുക, പിന്നെ അവർ കാശ് മേടിച്ചിട്ട് പിന്നെ അവർ ഒതുങ്ങി നിൽക്കുക. ഇതൊക്കെയാണ് ഇവിടെ നടന്നു പോണത്. ജനങ്ങൾ ഭയങ്കര ഭീതിയിലാണ് ജീവിച്ചു പോണത്. അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടണം. ഇവിടെ ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് പരാതികൾ എല്ലാ ഭാഗത്തും, കളക്ടർക്കും അതേപോലെ ഞങ്ങൾ വില്ലേജ് എല്ലാ ഭാഗത്തും എല്ലാ പരാതിയായിട്ട് ഞങ്ങൾ പോയിട്ടുള്ളതാണ്. ഭയങ്കര ഭീഷണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാർഡ് മെമ്പർ എന്ന രീതിയിൽ ഇത് ഇവിടെ നടത്തരുത് എന്ന് പറഞ്ഞ് ശക്തമായി ഞങ്ങൾ പള്ളിപ്പാട് ജനങ്ങളും ഇതിന് സപ്പോർട്ട് ചെയ്യും. വരുന്നവരുടെ പേരിൽ കേസ് എടുത്തിട്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ മണ്ണ് മാഫിയ ഇവിടെ പള്ളിപ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. കോറി, അതിന് തൊട്ടപ്പുറത്ത് കോറികൾ. ഇവരെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാത്ത ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ പരാതി ബോധ്യപ്പെട്ട ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ഉത്തരവ് നൽകി. മണ്ണെടുപ്പ് തടയണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം UDF പഞ്ചായത്ത് മെമ്പർമാർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചിരുന്നു. നടപടികളും അവർ സ്വീകരിക്കാതെ അവർക്ക് തോന്നിയ പോലെ മണ്ണ് കൊണ്ടുപോകുന്ന ഒരാശങ്കയാണ്. അതിലും അപകടകരമായി നിൽക്കുന്ന അവസ്ഥ പോലും പരിഹരിക്കുന്നില്ല എന്ന്. അടുത്ത നടപടി ഇതിന് ആരാണോ അധികാരികൾ ഇതിന്റെ പെർമിഷൻ കൊടുത്തിരിക്കുന്ന അധികാരികൾ വന്ന് ജനങ്ങളുടെ ആശങ്കയും അതുപോലെ തന്നെ പാലങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രം ഇനിയുള്ള മുന്നോട്ടുള്ള നടത്തിപ്പുള്ളൂ എന്നാണ് തിരുമറ്റക്കോട് പഞ്ചായത്തിന്റെ എൻ്റെ പ്രസിഡന്റ് നിലയിൽ എൻ്റെ അഭിപ്രായം. ഇത് നാളെ ജിയോളജിസ്റ്റുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. നിയമലംഘനങ്ങളും പതിയിരിക്കുന്ന അപകടങ്ങളുടെ ആഴവും മനസ്സിലാക്കാത്തവരല്ല അധികൃതർ. പക്ഷേ പണത്തിനും സ്വാധീനത്തിനും മുമ്പിൽ മുട്ടുമടക്കുകയല്ലേ നിവർത്തിയുള്ളൂ. സാധാരണക്കാരുടെ ജീവനും സ്വത്തുമൊന്നും ആർക്കും പ്രശ്നമല്ല. വരുന്നത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞ് തള്ളിക്കളയപ്പെട്ടവർ. പാറഖനനം കൊണ്ടുണ്ടായിട്ടുള്ള വലിയ അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. ഇനിയും മനഃപൂർവ്വം അത്തരത്തിലുള്ള ആപത്തുകൾ വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ. ഇതാണ് പൊതുവെയുള്ള അവസ്ഥ. വേനൽ ചൂടിൽ പൊള്ളി കിണറുകൾ, കുളങ്ങൾ, പുഴകൾ തുടങ്ങി ജലാശയങ്ങളെല്ലാം വറ്റി വരളുകയാണ്. കുടിവെള്ളത്തിന് പോലും നെട്ടോട്ടമോടുന്ന അവസ്ഥ. പലയിടത്തും പൈപ്പ് വെള്ളവും ടാങ്കർ വെള്ളവുമാണ് ആശ്രയം. പക്ഷേ ഈ പൈപ്പ് ഇടയ്ക്കിടെ പൊട്ടിയാലോ? വെള്ളം ആവശ്യക്കാർക്ക് കിട്ടില്ലെന്ന് മാത്രമല്ല, പാഴായി പോകുന്ന വെള്ളം വേറെയും. അത് കാണുന്നവരോ പോകുന്നിടത്തോളം പോട്ടെ എന്ന മട്ടും. മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും പലയിടങ്ങളിലും വെള്ളം പാഴായി പോകുന്ന കാഴ്ചയാണ്. എന്നാൽ അടിയന്തര പരിഹാരം കാണാൻ അധികൃതരും ചൂട് കാണിക്കുന്നില്ല. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവ് പാലത്തിന് സമീപം ശുദ്ധജല പദ്ധതിയുടെ വാൽവിലൂടെ വൻതോതിൽ വെള്ളം പാഴാകുന്നത് പരിഹരിച്ചില്ല. ഇതോടെ മാസത്തോളമായി വെള്ളം പമ്പ് ചെയ്യുമ്പോഴെല്ലാം വെള്ളം തോട്ടിലേക്ക് ഒഴുകുകയാണ്. കനത്ത വേനലിൽ വെള്ളം കിട്ടാതെ നാട്ടുകാർ വലയുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നത്. ശുദ്ധജല പദ്ധതിയുടെ വാൾവിന്റെ തകരാറു മൂലമാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. മുൻപ് നമ്പരപ്പടവിന്റെ സമീപത്തെ പൈപ്പിന്റെ വാൽവ് തകരാറിലായി വെള്ളം സമീപത്തെ പാടത്തേക്ക് ഒഴുകിയിരുന്നു. കൊയ്ത്തിനൊരുങ്ങിയ പാടത്ത് വെള്ളം നിറഞ്ഞതുമൂലം നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ വലഞ്ഞിരുന്നു. കർഷകന്റെ കഷ്ടപ്പാടിനെപ്പറ്റി CCTV വാർത്ത നൽകിയതോടെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ ഈ വാൾവ് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സമീപത്തെ വാൾവ് ലീക്കായി വെള്ളം പാഴാകുന്നത്. വേനലിൽ വറ്റുവരണ്ട തോട്ടിൽ പൈപ്പിലെ വെള്ളം ഒഴുകി നിറഞ്ഞതായി നാട്ടുകാർ പറയുന്നു. പുന്നൂർകുളം പഞ്ചായത്തുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന പ്രധാന പൈപ്പിന്റെ വാൾവിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ഈ പഞ്ചായത്തുകളിലേക്ക് വെള്ളം വിതരണം ചെയ്യുമ്പോഴെല്ലാം വാൾവിലൂടെ ശക്തിയായി വെള്ളം പുറത്തേക്ക് ചീറ്റുകയാണ്. പൈപ്പിന്റെ വാൾവ് അറ്റകുറ്റപ്പണി നടത്തി വെള്ളത്തിന്റെ ചോർച്ച അടയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മറ്റൊരു സംഭവം പെങ്ങാമുക്ക് ചിറക്കൽ റോഡിലാണ്. ഹൈസ്കൂളിന് സമീപം ജല അതോറിറ്റിയുടെ വലിയ പൈപ്പ് തകർന്ന് വെള്ളം ശക്തിയായി പുറത്തേക്ക് ഒഴുകിയിരുന്നു. ശക്തിയായി ഒഴുകുന്ന വെള്ളം ചിറക്കൽ സെന്റർ വരെ എത്തുകയും ചെയ്തു. കടുത്ത വേനലിലും മണിക്കൂറുകളോളമായി തുടരുന്ന ജലനഷ്ടം ജല അതോറിറ്റിയുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ പറഞ്ഞു.
പൈപ്പിന്റെ ചോർച്ച പരിഹരിച്ച് ശുദ്ധജല വിതരണം പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെള്ളം പാഴായി പോകുന്നത് പരിഹരിക്കണമെന്ന പൊതുജനം വാത്തോരാതെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കാത്ത മട്ടാണ് അധികാരികൾക്ക്. വെള്ളത്തിന്റെ ക്ഷാമവും ആവശ്യകതയും അറിയാത്തവരല്ല ആരും. അത്തരത്തിൽ അനാവശ്യമായി ജലം പാഴാകുമ്പോൾ അത് അടിയന്തരമായി പരിഹരിക്കേണ്ട ചുമതലയും ഈ കൂട്ടർക്കുണ്ട്. വെള്ളത്തിന് വേണ്ടിയായിരിക്കും അടുത്ത യുദ്ധം എന്ന് പറയുന്നത് വിദൂരമല്ല. ഉള്ള വെള്ളവും ജലാശയങ്ങളും സംരക്ഷിച്ചാൽ ഭാവി തലമുറയ്ക്കു കൂടി ഉപകാരപ്രദമാകും. എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് കേട്ടിട്ടില്ലേ? ഇല്ലം വിട്ടുപോകേണ്ടി വരുമോ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മൃഗങ്ങളുടെ ആക്രമണത്തെക്കുറിച്ചാണ് ഈ ഉപമ. കാട്ടുപന്നികളും കുറുനരികളും പോത്തും എന്തിനേറെ വവ്വാൽ വരെ ഇന്ന് മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാവുകയാണ്. ഗുരുവായൂരിലും കുന്നംകുളത്തും നഗരസഭാ യോഗങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയവും ഇതുതന്നെയായിരുന്നു. കാട്ടുപന്നികളെപ്പോലെ കുറുനരികളെയും വെടിവെച്ചു കൊല്ലാൻ അനുമതി വേണമെന്ന ഗുരുവായൂർ നഗരസഭാ കൌൺസിലിൽ ആവശ്യമുയർന്നു. ചൂൽപ്പുറം മേഖലയിൽ 10 പേർക്ക് കുറുനരിയുടെ കടിയേറ്റ പശ്ചാത്തലത്തിലായിരുന്നു ഈ ആവശ്യം. കുറുനരികളുടെ ആക്രമണത്തിനിരയാകുന്നവർക്ക് ചികിത്സാ സഹായം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് നിയമം അനുവദിക്കുന്നില്ലെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് സിരിജഗൻ കമ്മിറ്റി വഴി ചികിത്സാ സഹായം ലഭിക്കുമെന്നും അറിയിച്ചു. കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാൻ അനുമതി ആവശ്യപ്പെട്ട ലൈസൻസ് ഉള്ള തോക്കുടമയ്ക്ക് അനുമതി നൽകി. ഒരു പന്നിക്ക് 2000 രൂപ നിരക്കിലാണ് അനുമതി നൽകിയത്. കുന്നംകുളത്ത് വവ്വാലാണ് ശല്യക്കാർ. നഗരസഭ 20-ാം വാർഡ് ശാന്തിനഗറിലെ വവ്വാൽ ശല്യം അടിയന്തരമായി പരിഹരിക്കുന്നതിന് തൃശൂർ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് നഗരസഭ രേഖാമൂലം കത്തയച്ചു. സ്വകാര്യ വ്യക്തിയുടെ 2 ഏക്കർ സ്ഥലത്തെ മരത്തിൽ വവ്വാലുകൾ കൂട്ടത്തോടെ ചേക്കേറുകയും പ്രദേശവാസികൾക്ക് ശല്യമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് നഗരസഭ ജില്ലാ മേധാവികൾക്ക് കത്തയച്ചത്. വവ്വാൽ പ്രശ്നം മൂലം പ്രദേശത്തെ കുടിവെള്ളം മലിനപ്പെടുകയും ദുർഗന്ധവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശം ജില്ലാ ഉദ്യോഗസ്ഥർ നേരിൽ വന്ന് കാണുന്നതിനും പരിഹാരം ഉണ്ടാക്കുന്നതിനും നഗരസഭ ആരോഗ്യ വനം ജില്ലാ ഉദ്യോഗസ്ഥരുടെ സഹകരണം തേടുന്നത്. വവ്വാൽ ശല്യം മൂലം പ്രദേശത്തെ മരങ്ങൾ, പനകൾ എന്നിവ മുറിച്ചു മാറ്റുന്നതിന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് തദ്ദേശവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും പ്രശ്നം പരിഹരിക്കുന്നതിന് മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പലതവണ രേഖാമൂലം സ്ഥലമുടമയെ അറിയിച്ചു. എന്നാൽ സ്ഥലമുടമ ഇതിനോട് സഹകരിക്കാത്ത സാഹചര്യമാണുണ്ടായത്. പ്രശ്നപരിഹാരത്തിനായി നഗരസഭ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ വവ്വാലുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങി. എന്നാൽ വവ്വാൽ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നതിന് ജില്ലാ തലത്തിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഉദ്യോഗസ്ഥരെ സ്ഥലം സന്ദർശിപ്പിച്ച് നേരിട്ട് ബോധ്യപ്പെടുത്തി നടപടി കൈക്കൊള്ളാനാണ് തീരുമാനമെന്നും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. ഇതിനിടെ ദിവസങ്ങൾക്ക് മുമ്പ് പെരുമ്പിലാവ് ചന്തയിൽ പോത്തിന്റെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. പോത്തിനെ വിൽപ്പനയ്ക്കും വാങ്ങാനുമായി എത്തിയവർക്കാണ് പരിക്കേറ്റത്. ആക്രമണത്തിൽ പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടകമ്പാൽ സ്വദേശി ഷെഫ്ജീർ, പോപ്പു, കീക്കര സ്വദേശി റഷീദ് തുടങ്ങിയവർ ചേർന്നാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പോത്തിനെ തളച്ചത്. പോത്തിനെ കിട്ടിയ കയറു പിടിച്ച് വലിച്ചതോടെ പ്രകോപിതനായ പോത്ത് സംഭവസ്ഥലത്തുണ്ടായിരുന്നവരെ ആക്രമിക്കുകയായിരുന്നു. മിണ്ടാപ്രാണികളാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവർ കൊണ്ടോ മനുഷ്യരുടെ ബുദ്ധിമുട്ടറിയുന്നു? അല്ല, പറഞ്ഞിട്ട് കാര്യവുമില്ല. ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യരുടെ സ്വഭാവം തന്നെ എപ്പോഴാണ് മാറുക എന്ന് പറയാനാവില്ല. അപ്പൊ പിന്നെ മൃഗങ്ങളെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തായാലും ഈ ആക്രമണങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകാനും പറ്റില്ലല്ലോ. വ്യക്തവും നടപ്പിലാക്കുന്നതുമായ പരിഹാരം ഉണ്ടായേ പറ്റൂ. ശുചീകരണത്തിന്റെ കാര്യത്തിൽ മാതൃകയാണെന്ന് പറയുമ്പോഴും അതിന് മങ്ങലേൽപ്പിക്കുന്ന കാഴ്ചകൾ പല മേഖലയിലും നേർസാക്ഷ്യമാവുകയാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ട ആവശ്യകത വർദ്ധിക്കുമ്പോൾ ഉള്ളതുപോലും സംരക്ഷണമില്ല എന്ന് മാത്രമല്ല, മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. ഇതുമൂലം ചുറ്റുമുള്ള പ്രദേശവാസികൾ കൂടി പരിണിതഫലം അനുഭവിക്കണം. ഗുരുവായൂരിലെ ചക്കംകണ്ടം കായലിന്റെ ദുർഗതി ഒന്ന് കാണാം. ഗുരുവായൂർ നഗരസഭയിലെ 11-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് കായലിൽ വ്യാപകമായി ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ നിന്നുള്ള മാലിന്യം വലിയ തോട് വഴി ഒഴുകിയെത്തുന്നത് ചക്കംകണ്ടം കായലിലേക്കാണ്. ചളിയിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് മൂലം പ്രദേശത്ത് ദുർഗന്ധം രൂക്ഷമാണ്. പരിസരത്തെ കുടിവെള്ള സ്രോതസ്സുകളും മലിനപ്പെട്ടിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള കായലോരത്തെ ചളി നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ അധികൃതർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതേ തുടർന്ന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം നീക്കം ചെയ്യാൻ നാട്ടുകാർ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇതിനെ കായൽ നികത്തുന്നു എന്ന രീതിയിലാണ് അധികൃതർ നോക്കിക്കാണുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ കായൽക്കടവിന്റെ പരിസര പ്രദേശങ്ങൾ ഈ ഭാഗത്തുള്ള ഈ പുഴയിൽ
പലവിധ മാലിന്യങ്ങളും ഗുരുവായൂരിൽ നിന്നും അതുപോലെ തന്നെ പല പല ഹോട്ടലുകളിൽ നിന്നും ലോഡ്ജുകളിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ ഇവിടെ വന്ന് വേലിയേറ്റത്തിന് ഞങ്ങളുടെ വീടിൻ്റെ സമീപത്താണ് ഇതെല്ലാം കൂടെ കൂടിക്കിടക്കുന്നത്. അത് വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഈ കയറിയ മാലിന്യങ്ങൾ മുഴുവനും അതിനുശേഷം വെള്ളം ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഈ മാലിന്യം അവിടെ തന്നെ കിടന്ന് വളരെ അസഹനീയമായിട്ടുള്ള ദുർഗന്ധമാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മണം മാത്രം പോയാൽ മതി, വേറെ വിഷയങ്ങൾ. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ പുഴയുടെ ആഴം കൂട്ടി വേലിയേറ്റം വേലിയിറക്കം സുഗമമായിട്ട് നടത്തുക. വർഷങ്ങൾക്ക് മുമ്പ് കായലിൽ നിന്ന് വ്യാപകമായി ചെളി നീക്കം ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് ചെളി നീക്കം ചെയ്യുന്നതിന് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. നിരോധനത്തിൽ അയവ് വരുത്തി ചളി നീക്കം ചെയ്ത് ദുരിതക്കയത്തിൽ നിന്ന് കരകയറ്റണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചില നിരോധന നിയമങ്ങൾ കാരണം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ്. കറുത്ത നിറമായ വെള്ളം കണ്ടാൽ അറിയാം എത്രത്തോളം ചെളിയും മാലിന്യവും ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന്. മഴക്കാലം എത്തും മുമ്പേ ഈ ജലാശയം വൃത്തിയാക്കിയില്ലെങ്കിൽ മാലിന്യം കലർന്ന വെള്ളം തന്നെയാണ് ചുറ്റുമുള്ളിടത്ത് ഒഴുകിയെത്തുക. പകർച്ചവ്യാധികൾ എപ്പോൾ പടർന്നു പിടിച്ചു എന്ന് ചോദിച്ചാലും മതി. അതുകൊണ്ട് എത്രയും വേഗം അധികാരികളുടെ കണ്ണു തുറന്നാൽ പൊതുജനം രക്ഷപ്പെടും. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നാണല്ലോ ചൊല്ല്. കൂടെ നിൽക്കാനും താങ്ങാവാനും ആരെങ്കിലുമൊക്കെ ഉണ്ടായാൽ ഒരുപക്ഷെ ജീവിതം കരകയറും. നേരത്തെ പറഞ്ഞതുപോലെ നല്ല മനസ്സുകൾ സപ്പോർട്ടായി നിൽക്കണമെന്ന് മാത്രം. അങ്ങനെ ഒരു കുടുംബത്തിന് രക്ഷകരായ ഒരു കൂട്ടരുണ്ട്. അവരോടൊപ്പം CCTV കൂടി പിന്തുണയായതോടെ ആ കുടുംബം ജീവിതത്തിലേക്ക് കരകയറി. കാണാം ഈ നല്ല വാർത്ത. മുരളിയേട്ടന്റെ സാഹചര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ മക്കളുടെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ വീടിന്റെ പണിക്കും വേണ്ടിയിട്ടാണ് കുന്നംകുളം കാർഷിക വികസന ബാങ്കിൽ നിന്നും അദ്ദേഹം ലോൺ എടുത്തത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ചികിത്സയുടെ ഭാഗമായിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നതിന്റെ അവസ്ഥയിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ജോലിക്ക് പോകാനും അതുപോലെ തന്നെ അത് അടയ്ക്കാനും വേണ്ടി സാധിച്ചില്ല. അപ്പോൾ പലപ്പോഴായിട്ട് വന്ന കുടിശ്ശികയെല്ലാം കൂടി ചേർത്ത് ഏകദേശം 9,68,000 രൂപയോളം അദ്ദേഹത്തിന് ബാധ്യതയായിട്ട് വന്ന് ജപ്തി നോട്ടീസ് കിട്ടുന്ന സാഹചര്യത്തിലാണ് നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് TCV CCTV നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആ റിപ്പോർട്ട് വരികയും അത് ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ഈ കൊച്ചു ചിത്രപ്പള്ളിയുടെ എനിക്ക് നമുക്ക് വർഗീസ് സാറ് നമ്മളെ എത്തിച്ചത്. ബാങ്കിലെ വായ്പത്തുക തിരിച്ചടച്ച് ജപ്തി നടപടികൾ ഒഴിവാക്കി വീടിന്റെ ആധാരം തിരിച്ചെടുത്ത് എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ മുരളിക്കും കുടുംബത്തിനും കൈമാറി. ഫണ്ട് സമാഹരിക്കാൻ CCTV വാർത്ത വലിയ സഹായമായി മാറിയെന്ന് ഗ്രാമസഭാ അഡ്മിൻമാർ പറഞ്ഞു. കൂലിപ്പണിക്കാരനാണ് എയ്യാൽ മണ്ണഴി വീട്ടിൽ മുരളി. മക്കളായ 22 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ, 18 വയസ്സുള്ള ജയസൂര്യ എന്നിവർ ജനിച്ചതു മുതൽ ഓട്ടിസം എന്ന അസുഖം ബാധിച്ചവർ. ഭാര്യ സുമയും അസുഖബാധിതയാണ്. ആകെയുള്ള 5 സെന്റ് സ്ഥലത്ത് കയറിക്കിടക്കാൻ വീട് നിർമ്മിക്കുന്നതിനു വേണ്ടി 10 വർഷം മുമ്പ് സഹകരണ ബാങ്കിൽ നിന്നും 3.5 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഇതിനുശേഷവും മക്കളുടെ ചികിത്സയ്ക്കും പ്രത്യേക പഠനത്തിനുമായി വായ്പ പുതുക്കിയെടുത്തു. പിന്നീട് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. പലിശയും പിഴ പലിശയുമടക്കം വായ്പ 9 ലക്ഷമായി മാറി. തുടർന്ന് ബാങ്ക് ജപ്തി നടപടികൾക്ക് നോട്ടീസ് നൽകുകയായിരുന്നു. ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങി. എയ്യാൽ മെഗാവിഷൻ കേബിൾ TV മാനേജർ നജീബ് കൊമ്പത്തയിൽ CCTV റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടിയെ വിവരം അറിയിക്കുകയും വാർത്തയെ തുടർന്ന് നിരവധി പേർ ഈ നിർധന കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു. ഇതോടൊപ്പം എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാടൊന്നിച്ച് കൈകോർത്തപ്പോൾ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ഫണ്ട് സമാഹരിക്കുവാൻ കഴിഞ്ഞു. ബാങ്ക് അധികൃതരുമായി ചർച്ച ചെയ്ത് പിഴ പലിശ ഒഴിവാക്കി 7,13,690 രൂപ നൽകി ആധാരം തിരിച്ചെടുത്തു. തുടർന്ന് എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ അഡ്മിൻമാർ മുരളിക്കും കുടുംബത്തിനും വീടിന്റെ ആധാരം കൈമാറി. സഹജീവികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക എന്നത് വലിയ കാര്യമാണ്. ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ആത്മവിശ്വാസത്തോടെ മുന്നിട്ടിറങ്ങുമ്പോൾ സഹായങ്ങളും താനെ വന്നോളും. ചെറിയ ചെറിയ തുക വലിയൊരു കുടുംബത്തിന് ആശ്വാസമാകും. ജീവിത പ്രാരാബ്ധങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സഹായമാകാൻ ഇനിയും നല്ല മനസ്സുകൾ മുന്നോട്ട് വരട്ടെ എന്ന് ആഴ്ചവട്ടവും ആശംസിക്കുന്നു. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ഇന്നത്തെ ആഴ്ചവട്ടം ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.